തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ജാൻ കില്ലറായിട്ടാണ് പലപ്പോഴും കെ മുരളീധരനെ പറയുന്നത്. ഇമ്പിച്ചിവാവുണ്ട്, എം പി വീരേന്ദ്രകുമാറുണ്ട്, CM ഇബ്രാഹിം ഉണ്ട്, ഇങ്ങേയറ്റം P ജയരാജൻ. അപ്പോൾ അത് വെച്ചാൽ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ മകനായതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജിലാണോ ഈ? തീർച്ചയായിട്ടും ആദ്യത്തെ മത്സരവും വിജയവും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള മത്സരങ്ങളിൽ എൻ്റേതായിട്ടുള്ള വ്യക്തിത്വം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജനം ആദ്യത്തെ തവണ ഒരു ഗ്രേസ് മാർക്ക് തരും ഇന്ന ആളുടെ വ്യക്തിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അത് കഴിഞ്ഞാൽ പെർഫോമൻസ് നോക്കിയിട്ടേ ജനം വോട്ട് ചെയ്യുള്ളൂ. അത് പെർഫോമൻസ് നോക്കിയിട്ട് തന്നെ ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ തോൽക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് മുസ്ലിം വോട്ടുണ്ടായിട്ടുള്ള ഇളക്കം. രണ്ടാമത് കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ട് അന്ന് ഞാനും ഒക്കെ ഉണ്ടായ ഒരു അസംതൃപ്തി, കെ കരുണാകരൻ്റെ ലീഡർഷിപ്പ് മാറ്റം, അതിനെ തുടർന്ന് ലീഗുമായിട്ടുണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയമായിട്ടുള്ള പരസ്യ സംഘർഷങ്ങൾ, ഇതെല്ലാം ആ ഇലക്ഷനെ ബാധിച്ചു. എന്നാൽ 99 വന്നപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്ത് ലീഗുകാർ തന്നെയാണ് അന്ന് ഇലക്ഷന് എൻ്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. അപ്പോൾ ഈ ആ അഡ്വാൻറ്റേജ് നിലനിൽക്കെ തന്നെ കെ മുരളീധരൻ പലതും ആവുന്നുണ്ട്. പാർട്ടിയിൽ ആദ്യം ജനറൽ സെക്രട്ടറി ആവുന്നുണ്ട്, വൈസ് പ്രസിഡന്റ്, ഒരേ ഒരു വൈസ് പ്രസിഡന്റ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന വൈസ്. പിന്നീട് 2001 അങ്ങ് KPCC പ്രസിഡന്റ് ആവുന്നു. അപ്പോൾ ആ KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് തെന്നല ബാലകൃഷ്ണപിള്ള പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മാറിയിട്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം പൂർത്തിയാക്കിയിരിക്കുന്ന തെന്നലയെ ഗ്രൂപ്പ് ശക്തികളുടെ പേരിൽ മാറിക്കൊടുക്കേണ്ട വന്നു എന്നുള്ളൊരു ആക്ഷേപം ശരിയാണോ? സത്യത്തിൽ ഇലക്ഷൻ എത്രയോ മുമ്പ് തന്നെ ആ തീരുമാനത്തിലെത്തിയിരുന്നു. അത് സോണിയാഗാന്ധിയും കെ കരുണാകരനും AK ആൻ്റണിയും ഗുലാം നബി ആസാദിൻ്റെയും സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ്. അത് 2000-ൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അദ്ദേഹം മുസ്ലിം ലീഗ് അധ്യക്ഷനായതിൻ്റെ 25ാം വാർഷികം അതിഗംഭീരമായി കോഴിക്കോട് കൊണ്ടാടുകയുണ്ടായി. അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ഒരു കൺവീനറായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ഞാനാണ് ആ യോഗത്തിന് സ്വാഗതം പറയുന്നത്. അന്ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ സോണിയാഗാന്ധി, AK ആൻ്റണി, കെ കരുണാകരൻ, ഗുലാം നബി ആസാദ്, ഇത്രയും പേരല്ലാതെ മറ്റൊരാളില്ല. അന്ന് ആ യോഗത്തിലാണ് ഇലക്ഷൻ കഴിഞ്ഞ AK ആൻ്റണി മുഖ്യമന്ത്രി, കെ മുരളീധരൻ KPC പ്രസിഡന്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്ന് എത്തിച്ചേർന്നത്. അതിനെ തുടർന്ന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2001 ഞാൻ MP ആണ്, ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിച്ചില്ല. കേരളത്തിലെ 125ഓളം നിയോജകമണ്ഡലങ്ങളിൽ അന്ന് ഞാൻ UDFന് വേണ്ടി പ്രചരണം നടത്തുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ഒരു എഗ്രിമെൻറ്റ് പാലിച്ചതാണ് 2001 ഉണ്ടായത്. അപ്പോൾ പക്ഷേ 2001 ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടുപേരും ഒരേ ദിവസം പ്രഖ്യാപിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ച പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ AK ആൻ്റണി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ KPC പ്രസിഡൻ്റ് കസാലയിൽ തെന്നല സാർ ഇരിക്കണം എന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അന്ന് വൈകുന്നേരമാണ് ഞാൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്നത്. അതായത് AK ആൻ്റണി സത്യപ്രതിജ്ഞ ചെയ്ത് ഞങ്ങളൊക്കെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതും ഞാൻ അവിടെ പോയി ചാർജ് എടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ അക്കാലത്ത് വളരെ തീവ്രമായ രീതിയിൽ പാർട്ടിയിലൊരു ഗ്രൂപ്പ് നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് വീതം വെപ്പിൻ്റെ ബെനിഫിഷ്യറി ആയിരുന്നു കെ മുരളീധരൻ? അല്ല, അന്നത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പും ഒരു ബെനിഫിഷ്യറി അല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ കെ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ഒരു നോമിനി എന്നുള്ള നിലയിൽ തന്നെയാണ് KPC പ്രസിഡൻ്റ് ആവുന്നത്. പക്ഷേ അന്നത്തെ കാലത്തൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്, ഗ്രൂപ്പുകൾ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം ആയിരുന്നു ആ കാലത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിത്തല്ല് കൊണ്ട് മാത്രം അധികാരം നഷ്ടപ്പെടാറില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ ആരെ ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്നതിനെക്കുറിച്ചൊരു വളരെയധികം ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് അങ്ങനെയല്ല. അന്ന് രണ്ട് പ്രമുഖ നേതാക്കളോട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ സെറ്റിൽ ചെയ്ത് തരും. മാത്രമല്ല AK ആൻ്റണിയുടെ കൂടെ നിന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ആരെയും കെ കരുണാകരൻ വെട്ടിയിട്ടില്ല. കെ കരുണാകരനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് AK ആൻ്റണിയും ആരെയും വെട്ടാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ വളരെ സൗഹൃദത്തോടു കൂടിയ ഒരു ഗ്രൂപ്പ്. തീർച്ചയായിട്ടും സൗഹൃദത്തോടു കൂടിയിട്ടുള്ള തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ പിന്നെ 2004 എന്തിനാണ് അങ്ങ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ളത്? അത് അന്നുണ്ടായ ചില സംഭവവികാസങ്ങൾ അതിൻ്റെ പ്രധാന കാരണമായിരുന്നു. ഒന്ന്, ശ്രീ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അന്ന് ഇറക്കി വിട്ടതിൻ്റെ ഒരു പ്രയാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും ഈ
സാഹചര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും വല്ല റിവോൾട്ടും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കുറേയൊക്കെ അതിനെ കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ അന്ന് സാധിച്ചു. പക്ഷേ രാജ്യസഭ വന്നപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി. പിന്നെ നോക്കുമ്പോൾ ഗ്രൂപ്പും ഉണ്ടാവില്ല, ആരും ഒപ്പം ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോഴാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്. പക്ഷെ അതുകൊണ്ട് ഉണ്ടായ പ്രയാസമാണ് 2004 ഈ പ്രസിഡന്റ് പദം ഒഴിഞ്ഞ് മന്ത്രിസഭയിലേക്ക് ചേരേണ്ടി വന്നത്. അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള മുഖ്യ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അവിചാരിതമായിട്ടാണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്നത്. അത് കെ കരുണാകരൻ അർഹതപ്പെട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷേ മുകുന്ദപുരത്ത് പത്മജയ്ക്കും കൂടെ സീറ്റ് കൊടുത്തപ്പോൾ ഒരു കുടുംബത്തിലെ 3 പേർ ഒരേ ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു ദുഷ്പേരുണ്ടായി. രാജ്യസഭയിലേക്ക് മത്സരം ഉണ്ടായില്ല, കെ കരുണാകരൻ ജയിച്ചു. പക്ഷേ മത്സരം നടന്ന മുകുന്ദപുരത്തും വടക്കാഞ്ചേരിയിലും തോൽവിയുണ്ടായി. അത് ഞങ്ങളെ മാത്രമല്ല, അന്ന് നിന്ന എല്ലാ കാൻഡിഡേറ്റിനെയും ബാധിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടാത്ത VM സുധീരനും രമേശ് ചെന്നിത്തലയൊക്കെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വൻ തോക്കൽ മുഴുവൻ തെരഞ്ഞെടുപ്പ്. അത് ഇതിൽ ഒരു പ്രധാന കാരണമായിരുന്നു ഈ 3 പേർക്ക് സ്ഥാനാർത്ഥിത്വം. അതൊന്ന്. രണ്ടാമത്തത് പടലപ്പിണക്കം കഴിഞ്ഞ് ഒരു മുറി ഉണങ്ങുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്. അധികാരം 100 സീറ്റ് കിട്ടിയിട്ട് പോലും തമ്മിത്തല്ല് എന്നുള്ളൊരു വികാരം ജനത്തിനുണ്ടായി. അതുകൊണ്ട് പിന്നെ ലോക്സഭ ഇലക്ഷനിൽ അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ ലോക്സഭയിൽ കോൺഗ്രസ്സിന് ഗ്രേസ് മാർക്ക് തരാറുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ CPM ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളിവിടെ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരു മതേതര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കും. അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് എന്നുള്ളൊരു തീരുമാനം ശ്രീ ഹരികൃഷ്ണൻ സിംഗ് സുർജിത്ത് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് സത്യത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ തകർത്തത്. കാരണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പേരെങ്കിലും ജയിച്ചോട്ടെ എന്ന് ജനം വിചാരിച്ചു. അപ്പോൾ ഇവരെ ഒന്ന് നല്ലോണം തോൽപ്പിച്ച് വിടണം. കാരണം പകരം ജയിച്ചു വരുന്നവരും ഒരു മതേതര സർക്കാരിന് പിന്തുണ നൽകും എന്ന് ജനം കരുതി. അങ്ങനെയാണ് ഒരാളെ പോലും ജയിപ്പിക്കാൻ കഴിയാത്തൊരു ഇലക്ഷൻ. ഈ 67 കോൺഗ്രസിന് അസംബ്ലിയിൽ 9 MLA മാത്രം ഉണ്ടായിരുന്നപ്പോഴും ലോക്സഭയിലേക്ക് പരമ്പള്ളിനെ ജയിപ്പിച്ചു. പക്ഷേ ഇത് അതുപോലും ഉണ്ടായില്ല. അത്രയും കടുത്ത ശിക്ഷയാണ് UDFന്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു. അത് ഒഴിയേണ്ടി വരിക മാത്രമല്ല, 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രധാനമന്ത്രി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ ചടങ്ങിൽ പോലും പങ്കെടുക്കാനൊരു മാനസികാവസ്ഥയുണ്ടായില്ല. അദ്ദേഹം കേരള ഹൗസിൽ തന്നെ ഇരിക്കുകയുണ്ടായത്. ആ സത്യപ്രതിജ്ഞ അതിന് TV-യിലാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ആ കാലത്തുണ്ടായി. ഇപ്പോൾ കേരളത്തിലെ ഒരു 85 തൊട്ടിട്ടെങ്കിലും 2000 വരെയെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫാമിലി ആയിരുന്നു കെ കരുണാകരൻ. കാരണം ഈ കുടുംബരാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ അന്ന് അത്ര പരിചിതമല്ലാത്തൊരു കാലത്ത്, പക്ഷെ ആ അത്രയും പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കുടുംബം ഇന്ന് ഉള്ളവർ തന്നെ പല തട്ടുകളിലായി പോയി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുടുംബത്തിലെ ഒരാൾ BJP-യിലേക്ക് പോയി. അതിന് പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. 2 തവണ തൃശ്ശൂർ അവരെ തോൽപ്പിച്ചു, അത് കോൺഗ്രസ്സുകാർ എന്നെ തോൽപ്പിച്ചു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പാർട്ടിക്കാർ തോൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു കുടുംബം, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കുടുംബമല്ലേ, നമുക്കും ആ കുടുംബം വിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ നാളെ എന്തനുഭവം ഉണ്ടെങ്കിലും പാർട്ടി ഞാൻ വിടില്ല. അക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം നമ്മളെടുക്കണം. സംഭവം പാർട്ടിയുടെ പല നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നൊരു പ്രവണത ചില നേതാക്കന്മാർക്കുണ്ട്. അതാണ് പാർട്ടിയുടെ ശാപം എന്ന് പറയുന്നത്. അന്നും ഇന്നും ഉണ്ടത്. പക്ഷേ ആ കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം. പത്മജ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ എനിക്ക് വിയോജിപ്പുള്ളത് പാർട്ടി വിട്ട് പാർട്ടിയുടെ എതിർചേരിയിലേക്ക് പോകാനെടുത്ത തീരുമാനമാണ് ഞാൻ ഒരിക്കലും യോജിക്കാത്തത്. അത് ഏട്ടനും അനുജത്തിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ ഒന്ന് കാണുന്നല്ലാതെ അങ്ങനെ ഒരു ബന്ധം ഇപ്പം നിലവിലില്ലല്ലോ. അപ്പം അങ്ങ് ഉപദേശിച്ചു എന്നാണ് പറയുന്നത് പത്മജ മത്സരിക്കരുത് തൃശ്ശൂർ. അല്ല, അത് നേരത്തെ പാർട്ടി വിടുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ വടകരയിലാണ് മത്സരിക്കുന്നത്. പക്ഷേ പത്മജ പോയ സമയത്ത് അത് എങ്ങനെ വടകരയിലെ മൈനോറിറ്റി എങ്ങനെ അതിനെ കാണുന്നതിന് സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടായില്ല. അന്ന് പിണറായി വിജയൻ ഇവിടെ MV ജയരാജൻ്റെ ഇലക്ഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടൊരു പ്രസംഗം അദ്ദേഹം നടത്തി. അടുത്ത നിയോജകമണ്ഡലത്തിലെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ പെങ്ങൾ പോയി, ഇനി ആ സ്ഥാനാർത്ഥി എന്ന് പോകുന്ന അറിയില്ല എന്നൊക്കെയുള്ള പ്രചരണം
ബാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി മാറാൻ പറഞ്ഞപ്പോൾ നോന്ന് കടുത്ത വാക്കിൽ പറയാതിരുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ അവിടെ നല്ല ട്രെൻഡായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം 5 വർഷം എന്നെ നല്ല ഇഷ്ടമായിരുന്നു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഷൈല ടീച്ചർ അവിടെ വന്നിറങ്ങിയപ്പോൾ അവർക്ക് ലഭിച്ച സ്വീകരണം വളരെ തണുപ്പൻ സ്വീകരണമായിരുന്നു. അതുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ച് വർക്കും തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ അവസാനം ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ അത് മാറേണ്ടി വന്നു. അല്ല, പക്ഷെ അത് അപ്പോൾ പത്മജ പറയുന്നുണ്ട്, ഏട്ടനോട് ഞാൻ പറഞ്ഞതാണിത്, ഏട്ടൻ അനുഭവത്തിൽ കൂടി മാത്രമേ ഇത് പഠിച്ചുള്ളൂ എന്ന് പറയുന്നത്. അല്ല, അത് നേരത്തെ ഞാൻ തൃശ്ശൂർക്ക് മാറുന്നത് ന്യൂസ് ഉള്ളപ്പോൾ ഞാൻ മാറില്ല, ഞാൻ വടകര തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാരണവശാലും തൃശ്ശൂർ മത്സരിക്കരുത്, അവിടെയൊക്കെ പാർട്ടിക്കാർ വല്ലതും ചതിയന്മാരാണ് എന്നൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ പിന്നെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, അങ്ങനെ പേടിച്ചിട്ട് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് മത്സരിച്ചതും. പത്മജ പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു. അതെ, റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് ശരിയായിരുന്നു. ഒരു മാസീവ് തോൽവി, മാസീവ് വിജയമായിരുന്നു വടകരയിൽ. അതെ, പക്ഷെ തൃശ്ശൂർ എത്തിയപ്പോൾ അത് മാസീവ് വിജയമായി. അതെ, അതിന് അന്ന് തന്നെ ചില ചാനലുകാർ പറഞ്ഞത് കെ മുരളി തന്നെ എവിടെ നിന്നാലും ജയിക്കും, പക്ഷെ അദ്ദേഹത്തിന് തൃശ്ശൂർ പറ്റിയ മണ്ണല്ല എന്നൊരു സൂചന ചില ചാനലുകാർ പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, അത് പിന്നീട് അങ്ങ് അതിനെക്കുറിച്ച് ഒരു ഡിസക്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്താണ് ഈ പരാജയം? അല്ല, അത് വളരെ ക്ലിയറായിരുന്നു പരാജയത്തിൻ്റെ കാരണം. ഒന്ന്, പരാജയപ്പെട്ടിട്ടും അവിടെ സുരേഷ് ഗോപി അവിടെ നിറഞ്ഞു നിന്നു 5 കൊല്ലക്കാലം. പിന്നെ ഈ വോട്ട് ചോരി ആദ്യം നടപ്പാക്കിയത് അവിടെയാണ്. അതിന് ഇടതുപക്ഷവും CPM അതിന് കൂട്ടു നിന്നു. കോൺഗ്രസ്സുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ടുപിടിച്ച് പറഞ്ഞപ്പോഴേക്കും അതൊന്നും റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചതുമില്ല. അപ്പോൾ കാരണങ്ങൾ പലതുണ്ട്. വോട്ട് ചോരി ഒരു ഭാഗത്ത്, 2 നേതാക്കന്മാരുടെ, ചില നേതാക്കന്മാരുടെ, എല്ലാവരും ഒന്നുമില്ല, ചില നേതാക്കന്മാരുടെ അകത്തിരുന്നു കൊണ്ടുള്ള തിരക്കൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൃശ്ശൂർ ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. പറയുമ്പോൾ ഗുരുവായൂർ പോലത്തെ നിയോജകമണ്ഡലത്തിൽ പോലും 1ാം സ്ഥാനത്ത് വന്നു, 7000 വോട്ടോളം അവിടെ ലീഡ് ചെയ്തു. ബാക്കി 6ഇടത്തും അതിൽ തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും 2ാം സ്ഥാനത്ത് വന്നു. തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയിലൊക്കെ ഒരിക്കലും BJP 1ാം സ്ഥാനത്ത് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 7ൽ 6ഇടത്തും BJP 1ാം സ്ഥാനത്ത് വന്നു. അവിടെയാണ് നമ്മുടെ കാൽക്കുലേഷൻ പാളിപ്പോയത്. അങ്ങ് 2005 ഒരു പാർട്ടി വിടുന്നു, അതിനെ തുടർന്ന് ഒരു വർഷത്തിന് ശേഷം അച്ഛൻ തിരിച്ചു പോകുന്നു കോൺഗ്രസിലേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 ട്രാക്കിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അത് സത്യത്തിൽ അന്നൊരു കൂട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം പോയത്. അദ്ദേഹം നിങ്ങൾ തമ്മിൽ പബ്ലിക്കായിട്ട് തന്നെ പല കാര്യങ്ങളും. അപ്പോൾ അതിൽ എനിക്ക് അത് വിയോജിക്കേണ്ടി വന്നു. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടെ നമുക്ക് തിരിച്ചു പോകാം എന്ന് അദ്ദേഹം നമ്മളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നോ എന്ന് പറയില്ലായിരുന്നു. കാരണം ഇങ്ങനെ രണ്ടും കെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒന്നുകിൽ ഭരണകക്ഷിയാവണം അല്ലെങ്കിൽ പ്രതിപക്ഷമാവണം. ഇത് രണ്ടും അല്ലാതെ 2 കൂട്ടരെയും എതിർത്തുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? പക്ഷേ അത് ഒരു കൂടിയാലോചനയ്ക്ക് എന്തോ അദ്ദേഹം അന്ന് തയ്യാറായില്ല. അതിനും പല ഘടകങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിലും അത് തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുടുംബത്തിലെ അന്നത്തെ പിളർപ്പ് ഒഴിവാക്കായിരുന്നു. അല്ല, അത് പക്ഷേ പിന്നീട് ഒരുപാട് വില കെട്ടേണ്ടി വന്നില്ലേ മുരളി? തീർച്ചയായിട്ടും. കാരണം അന്ന് തന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് വയനാട് ഞാൻ സ്ഥാനാർത്ഥിയാവുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് പീതാംബരക്കുറുപ്പ് രക്ഷപ്പെട്ടു. 5 വർഷം MP ആവാൻ കഴിഞ്ഞു. അല്ല, അതിനുശേഷം 2011 വരെ അങ്ങേക്ക് കാത്തിരിക്കേണ്ടി വന്നു. തീർച്ചയായും 2011 വരെ കാത്തിരിക്കും. അച്ഛൻ്റെ മരണശേഷമാണ്. അതെ, അച്ഛൻ മരിക്കുന്നവരെ അച്ഛൻ്റെ ആഗ്രഹം കോൺഗ്രസ്സുകാരനായി എന്നെ കണ്ടിട്ട് മരിക്കണം എന്നായിരുന്നു. അത് കഴിഞ്ഞില്ല. പക്ഷെ അങ്ങ് അന്നത്തെ ഒരു രാഷ്ട്രീയ അനാഥത്വം അതുണ്ടായിരുന്നില്ല. ഷോക്കായിരുന്നില്ല. രാഷ്ട്രീയ അനാഥത്വം പിന്നീട് ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നീട് പലപ്പോഴും നമ്മളിന്ന് കൺസിഡർ ചെയ്യാതെയാണല്ലോ പലപ്പോഴും പലരും മുന്നോട്ട് നീങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തു വന്നാലും ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന തീരുമാനം എടുത്തുകൊണ്ട് ഇനി പരാതികൾക്ക് എന്താ പറയേണ്ടത്, പരാതികൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.